ആർടെമിസ് 2 എന്ന ദൗത്യം 53 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയുടെ പുതിയൊരു ചിത്രം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകാം. ഒറ്റ ഫ്രെയിമിൽ നമ്മുടെ ഭൂമി. അതെ, പുതിയൊരു ചിത്രം അല്ലേ? ഇത് ആർടെമിസ് പകർത്തിയ ചിത്രമാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമായിരുന്നു. എന്തായിരിക്കാം ആർടെമിസ് 2? ഇതൊരു എന്തിനോ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ദൗത്യമാണ് ഇത്. എന്തിനാണ് ഇതിന് ഇത്രയും പ്രാധാന്യം നൽകുന്നത്? ഭൂമിയുടെ ചിത്രം എടുക്കാൻ വേറെ ആർക്കും കഴിയില്ലേ? നിരവധി ചോദ്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാവില്ലേ? അപ്പോൾ എന്താണ് ആർടെമിസ് 2? കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. 1972 ശേഷം ചന്ദ്രനിലേക്ക് മനുഷ്യരെ അയക്കുന്ന ആദ്യത്തെ പദ്ധതിയാണ് ആർടെമിസ് 2. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ചന്ദ്രനിലേക്ക് മനുഷ്യരെ അയക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ഒരു ലക്ഷ്യം. ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ചന്ദ്രനെ വലയം വെച്ച് സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തുക. അപ്പം നമ്മളൊരു സാധനം അങ്ങോട്ട് കൊടുക്കുന്ന മാത്രമല്ല, അവിടുന്ന് തിരിച്ച് ആ മനുഷ്യർ ആരൊക്കെയാണോ അവർ ഭൂമിയിലേക്ക് തിരിച്ചെത്തുക, അതുവരെ ഇതിൻ്റെ ലക്ഷ്യമാണ്. ചന്ദ്രനെ വലയം വയ്ക്കുകയും സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തുക. ഇതാണ് ആർടെമിസ് 2ൻ്റെ ലക്ഷ്യം. ഇനി വിക്ഷേപണ വിവരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 2026 ഏപ്രിൽ 2 പുലർച്ചെ 4:05 ആർടെമിസ് 2 എന്ന ദൗത്യത്തിൻ്റെ ഭാഗമായി ഈ റോക്കറ്റ് പുറപ്പെടുന്നത്. സ്ഥലം ഫ്ലോറിഡയിലെ നാസ കെന്നഡി സ്പേസ് സെൻ്ററിലാണ്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ SLS എന്ന റോക്കറ്റ് നാസ കെന്നഡി സ്പേസ് സെൻ്റർ ഫ്ലോറിഡയിൽ നിന്നും വിക്ഷേപണം കുറിക്കുന്നു. തുടർന്ന് 2026 ഏപ്രിൽ 6 ഇന്ത്യൻ സമയം 10:11 AM ആയപ്പോൾ ഓറിയോൺ പേടകം ചന്ദ്രൻ്റെ ആകർഷണ വലയത്തിൽ പ്രവേശിച്ചു. ഇതാണ് ആർടെമിസ് 2 എന്ന ദൗത്യം. ആർടെമിസ് 2 എന്ന ദൗത്യത്തിന് കൈകോർത്ത ബഹിരാകാശ യാത്രികരെ കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. കമാൻഡറായി ജോയിൻ ചെയ്തിരുന്നത് റീഡ് വൈസ്മാൻ ആയിരുന്നു. പൈലറ്റ് വിക്ടർ ഗ്ലോവർ. ദൗത്യ വിദഗ്ധർ 2 പേരുണ്ടായിരുന്നു. ക്രിസ്റ്റീന കോച്ച് എന്ന സ്ത്രീയും ജെമറി ഹാൻസൺ എന്ന വ്യക്തിയും. ഇവിടെ ഈ ദൗത്യ വിദഗ്ധരിൽ ക്രിസ്റ്റീന കോച്ച് എന്ന വ്യക്തി മികച്ച ഒരു നേട്ടത്തിന് അർഹയായി. നാസയുടെ ആർടെമിസ് 2 എന്ന ദൗത്യത്തിൻ്റെ ഭാഗമായി ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന വനിത എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ആർടെമിസ് 2ൻ്റെ ഭാഗമായിട്ട് ബഹിരാകാശത്തെത്തിയ ക്രിസ്റ്റീന കോച്ച് എന്ന വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, 1972 ശേഷം ചന്ദ്രനിലേക്ക് മനുഷ്യരെ അയക്കുന്ന ആദ്യത്തെ പദ്ധതിയാണ് ആർടെമിസ് 2. ഇതിൻ്റെ ലക്ഷ്യം ചന്ദ്രനെ വലയം വെച്ച് സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തുക എന്നതായിരുന്നു. 2026 ഏപ്രിൽ 2 പുലർച്ചെ 4:05 വിക്ഷേപിക്കുകയും നാസ കെന്നഡി സ്പേസ് സെൻ്റർ ഫ്ലോറിഡയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. 2026 ഏപ്രിൽ 6 ഇന്ത്യൻ സമയം